ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കടുകുമണി എന്നുള്ള ആ പ്രോഗ്രാമിലെ മറ്റൊരു ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ഞാൻ തൊട്ടുമുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാം വചനത്തിൻ്റെ ആദ്യ ഭാഗം, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകും. അവൻ ഒരുക്കുന്ന എല്ലാ തരത്തിലുമുള്ള കെണികളും ഒളിഞ്ഞു മറഞ്ഞിരിക്കുന്ന ഒരു മേഖലയാണത്. വളരെ ആകർഷകമായും മധുരമോഹന വാഗ്ദാനങ്ങളുമായും ഒത്തിരി സന്തോഷവും സുഖവും നേട്ടവും ആനന്ദവും വാഗ്ദാനം ചെയ്തുകൊണ്ടുമാണ് സാത്താൻ ഈ ലോകത്തിലൂടെ നമ്മിലേക്ക് വരുന്നത്. സാത്താൻ നമ്മിലേക്ക് വരാനായിട്ട് ഈ ലോകത്തിലൂടെ മാത്രമല്ല, നമ്മുടെ ജഡത്തിലൂടെയും വരാം. ജഡത്തിലൂടെ സാത്താൻ നമ്മളെ കീഴടക്കാൻ വരുമ്പോൾ, ജഡമെന്ന് പറയുമ്പോൾ ലൈംഗികത, സെക്സ് എന്ന് മാത്രം അർത്ഥമാക്കരുത്. ജഡിക പ്രവണതകൾ, ജഡിക സ്വഭാവങ്ങൾ, ജഡിക മനുഷ്യന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ മനുഷ്യന് വിപരീതമായ സ്വഭാവങ്ങളെല്ലാം അതിൽ വരും. അവിടെ സെക്സും ഒക്കെ പെടുവെന്നേ ഉള്ളൂ. അതുമാത്രമല്ല, ജഡികമായ മേഖലയിലൂടെ പിശാച് നമ്മിലേക്ക് വരാം. ഈ ലോകത്തിൻ്റെ അധിപനായ സാത്താൻ വരാം. അപ്പോൾ ആ സാത്താൻ, ഈ ലോകത്തിൻ്റെ ദേവനായ സാത്താൻ, ഈ ലോകത്തിലെ മനോഹരമായ നമുക്ക് ഉപകാരപ്രദമായ കാര്യമായിരിക്കാം, നമ്മളെ ആനന്ദം കൊണ്ട് സന്തോഷം കൊണ്ട് നിറയ്ക്കുന്നതായിരിക്കാം. പക്ഷേ അത് ദൈവം നൽകിയതാണോ, അനുവദിച്ചതാണോ, ആശീർവദിച്ചതാണോ എങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹങ്ങൾ അതിലൂടെ വരികയുള്ളൂ. ദൈവരാജ്യം ഈ ലോകത്തിൽ യേശുവിനാൽ നയിക്കപ്പെടുന്ന, നിയന്ത്രിക്കപ്പെടുന്ന, ഭരിക്കപ്പെടുന്ന വ്യക്തികളുടെയും അതിൻ്റെ സംവിധാനങ്ങളുടെ എല്ലാം കൂടെ മേഖലയാണ്. അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ കുറച്ചും കൂടി ആഴത്തിൽ പഠിക്കണം. ഇപ്പോൾ ഇത്ര പൊതുവായിട്ട് മനസ്സിലാക്കുക, രണ്ട് രാജ്യങ്ങളും, ദൈവരാജ്യവും ലോകരാജ്യവും അത് ഈ ലോകത്തിലുണ്ട്. ദൈവരാജ്യം അദൃശ്യമായ ഒത്തിരി മേഖലകളുള്ളതുപോലെ തന്നെ ലോകരാജ്യത്തിനും അദൃശ്യമായ മേഖലകളുണ്ട്. സാത്താൻ അദൃശ്യനാണ്, അവൻ സ്പിരിറ്റാണ്, അവൻ അരൂപിയാണ്. അവൻ നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ചയിൽപ്പെടുന്ന വിധത്തിലായിരിക്കില്ല വരുന്നത്. വളരെ തന്ത്രപരമായിട്ട് അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അപ്പോൾ പിശാച് ഈ ലോകത്തിലൂടെ, ജഡത്തിലൂടെ നമ്മിലേക്ക് ലോകരാജ്യത്തിൻ്റേതായിട്ടുള്ള സമ്മാനങ്ങളുമായി വരുന്നത് എന്തിനാണെന്ന് ഈശോ കൃത്യമായിട്ട് പറഞ്ഞു. യോഹന്നാൻ 10:10 കള്ളൻ, പിശാച്, സാത്താൻ, അവൻ വരുന്നത് മോഷ്ടിക്കാനാണ്, കൊല്ലാനാണ്, നശിപ്പിക്കാനാണ്. അപ്പോൾ ലോകരാജ്യത്തിൻ്റെ അധിപനായ സാത്താൻ്റെ ലക്ഷ്യം നശിപ്പിക്കുക മാത്രമാണ്. അതിൻ്റെ പ്രാരംഭം കൃപ മോഷ്ടിച്ച്, ദൈവ അനുഗ്രഹങ്ങളൊക്കെ മോഷ്ടിച്ചിട്ട് നമ്മളെ ആത്മീയമായിട്ട് മൃതരാക്കിയിട്ട് പിന്നെ പൂർണ്ണമായി നശിപ്പിക്കും. എല്ലാ തരത്തിൽ നശിപ്പിക്കും. സമഗ്രമായൊരു നാശവടി ഉണ്ടാകും. അതാണ് നിത്യനരകാഗ്നിയിൽ പതിക്കുന്നൊരവസ്ഥ. അതാണ് അവൻ്റെ ലക്ഷ്യം, എല്ലാ മനുഷ്യരെയും അങ്ങനെ നശിപ്പിച്ചെടുക്കുക. അങ്ങനെയുള്ള പിശാചിൻ്റെ ഈ ഭരണമേഖലയാണ് ലോകരാജ്യം. കുറച്ചും കൂടെ വിശദമാക്കി പറഞ്ഞാൽ, ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് വിശദമായിട്ട് ഞാൻ എഴുതിയൊരു പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. കുറച്ച് മുമ്പ് ഞാനത് എഴുതുകയായിരുന്നു. സത്യദൈവത്തിൽ വിശ്വസിക്കാത്തവരുടെ, ദൈവത്തെ സ്വീകരിക്കാത്തവരുടെ, പിതാവിൻ്റെ ദൗത്യം ഏറ്റെടുത്ത, ദൗത്യ നിർവഹണത്തിൽ ജീവൻ വെടിഞ്ഞ, മാനവകുലത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത, പരിഹാരം ചെയ്ത, മരണം വരിച്ച, സംസ്കരിക്കപ്പെട്ട, ഉത്ഥാനം ചെയ്ത, പരിശുദ്ധാത്മാവ് നൽകിയ, പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന, വീണ്ടും വരാനിരിക്കുന്ന യേശു. ഇത്തരം കാര്യങ്ങളുണ്ട്. യേശുവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, യേശു മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തു എന്നൊരു ഒറ്റ ചിന്ത മാത്രം പോരാ. ഇതിന് പിന്നിലുള്ള പിതാവിൻ്റെ ഒരു വലിയ പദ്ധതിയുണ്ട്. ഞാനൊന്നുകൂടെ വായിക്കാം. സത്യദൈവത്തിൽ വിശ്വസിക്കാത്തവർ, അതായത് പിതാവായ ദൈവത്തെ വിശ്വസിക്കാത്തവർ, സ്വീകരിക്കാത്തവർ. അടുത്തത് പിതാവിൽ നിന്ന് വന്ന, പിതാവ് അയച്ച, പിതാവിൻ്റെ ദൗത്യം ഏറ്റെടുത്ത, ദൗത്യ നിർവഹണത്തിൽ ജീവൻ വെടിഞ്ഞ, മാനവകുലത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് പരിഹാരം ചെയ്ത, മരണം വരിച്ച, സംസ്കരിക്കപ്പെട്ട, ഉത്ഥാനം ചെയ്ത, പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ, പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന, വീണ്ടും വരാനിരിക്കുന്ന യേശുവിൽ വിശ്വസിക്കാത്ത, യേശുവിനെ സ്വീകരിക്കാത്ത, ആ യേശു പിതാവും കൂടെ അയക്കുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാത്ത, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കാത്ത, പരിശുദ്ധാത്മാവിനെ അനുസരിക്കാത്ത വ്യക്തികൾ,
അവരാണ് ദൈവരാജ്യത്തിൻ്റെ പിശാചിൻ്റെ ഏജൻസായിട്ട് മാറുന്നത്, ലോകരാജ്യത്തിലെ പിശാചിൻ്റെ ഏജൻസായിട്ട് മാറുന്നത്. ലോകരാജ്യത്തിൽ പിതാവായ ദൈവത്തെ സ്വീകരിക്കുന്നില്ല, പിതാവിനെ അനുസരിക്കുന്നില്ല. യേശുവിനെ സ്വീകരിക്കുന്നില്ല, യേശുവിനെ അനുസരിക്കുന്നില്ല, യേശുവിൽ വിശ്വസിക്കുന്നില്ല. പിതാവും പുത്രനും അയക്കുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നില്ല, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നില്ല, പരിശുദ്ധാത്മാവിൻ്റെ സൽപ്രേരണകൾക്ക് കീഴ്വഴങ്ങുന്നില്ല. ഞാൻ ഇന്നലത്തെ എപ്പിസോഡിൽ ഒരാളുടെ കാര്യം പറഞ്ഞു. നല്ലൊരു വചനപ്രഘോഷകനായിരുന്ന ആൾ 33 വർഷം മുമ്പ് എല്ലാ ശുശ്രൂഷയും നഷ്ടപ്പെട്ട് ശുശ്രൂഷ മേഖല ഇല്ലാതായിപ്പോയ ഒരു വീണുപോയ കുഞ്ഞു താരകത്തെ ഞാൻ മുമ്പ് പരിചയപ്പെടുത്തി. ആ വ്യക്തി കരഞ്ഞുകൊണ്ട് എന്നോട് പറയുകയാണ്, ഞാൻ ഇപ്പോൾ എന്നോട് അച്ഛന്മാർ വീണ്ടും ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള കാര്യങ്ങൾ പലതും പറയുന്നുണ്ടെങ്കിലും എനിക്ക് തന്നെ എൻ്റെ മനസ്സാക്ഷിയിൽ ഞാൻ ഇനി ഒരുങ്ങാനുണ്ട്, ശുദ്ധീകരിക്കപ്പെടാനുണ്ട്, ഞാൻ കൂടുതൽ എളിമപ്പെടാനുണ്ട്, ശൂന്യവൽക്കരിക്കപ്പെടാണ്ട് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഒതുങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞു. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. നമുക്കൊരു അംഗീകാരം കിട്ടാതെ വരുമ്പോൾ, അവസരമില്ലാതെ വരുമ്പോഴേക്ക് പെട്ടെന്ന് നഷ്ടധൈര്യരായിട്ട് മനസ്സിടിഞ്ഞ് നിരാശപ്പെട്ട് വിശ്വാസത്തിൽ അകന്നു പോകുന്നതിന് പകരം അനുദപിച്ച് പത്രോസ്, യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് അനുദപിച്ച് അവസാനം തിരിച്ചു വന്ന് സ്നേഹപ്രഖ്യാപനം നടത്തി ആദ്യത്തെ മാർപ്പാപ്പായിട്ട് അവരോധിക്കപ്പെട്ടതുപോലെ നമ്മൾ കാത്തിരിക്കണം, അനുദപിക്കണം. തിരിച്ചു വരാനായിട്ടുള്ള അഭിഷേകം പ്രാപിക്കാനായിട്ട് നമ്മളതിൻ്റെ വില കൊടുത്ത് കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ഈ ലോകത്തോടുള്ള വിടപറച്ചിലിന് ഒരൊറ്റ നിമിഷം കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റിയെന്ന് വരില്ല. കാരണം നമ്മളെ ബന്ധിച്ചിരിക്കുന്ന സാത്താൻ ഇപ്പോൾ തൽക്കാലം അവനങ്ങ് മാറി നിന്നാലും നമ്മിലുള്ള ചില പ്രവണതകളിലൂടെ അവൻ വീണ്ടും നമ്മൾ തലപൊക്കിയെന്ന് വരാം. ഞാൻ ആ പറഞ്ഞ ആൾ ഇപ്പോൾ ഇതിനോട് സംസാരിച്ചിട്ടൊരു കുറച്ച് കാലങ്ങളായി, 5-8 വർഷമെങ്കിലും ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 5 വർഷമെങ്കിലും ആയിട്ടുണ്ടത്, 5 കൂടുതലായിട്ടുണ്ട്. കൃത്യം എനിക്ക് സമയം ഓർമ്മയില്ല. അപ്പോൾ ആ സംസാരിച്ച ആൾ വളരെ മനോഹരമായിട്ട് ദൈവശുശ്രൂഷ ചെയ്യുന്നുണ്ട്, പക്ഷേ പബ്ലിക് മിനിസ്ട്രി ഒന്നുമല്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്കിത് മതി, എൻ്റെ ആത്മരക്ഷ, എൻ്റെ കൂടെയുള്ളവരുടെ, എന്നെ ഏൽപ്പിക്കപ്പെട്ട വ്യക്തികളുടെ ആത്മരക്ഷ, അതിന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ ജീവിക്കാൻ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എന്നോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന് അനുരൂപരാകാനുള്ള പ്രലോഭനം നമുക്ക് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവാണ്. വിശ്വാസം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മറ്റൊരു കൃപ, നന്മ നമ്മിലേക്ക് പൊട്ടി ഒഴുകി വരും. വിശ്വസ്തത. ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ദൈവപിതാവ് അയച്ച പുത്രനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, പുത്രനെ കേൾക്കുന്നുണ്ടെങ്കിൽ, പുത്രനിൽ വിശ്വസിച്ച് പുത്രനെ അനുസരിക്കുന്നുണ്ടെങ്കിൽ, പിതാവും പുത്രനും നൽകുന്ന പരിശുദ്ധാത്മാവിനെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മിൽ സ്വാഭാവികമായി വരുന്ന ഒരു അതിസ്വാഭാവികമായ നന്മയാണ്, കൃപയാണ് വിശ്വസ്തത, ഫെയ്ത്ത്ഫുൾനെസ്, ഫിഡലിറ്റി. അതെന്തൊക്കെയാണ്? ദൈവത്തോടുള്ള വിശ്വസ്തത, നമ്മോട് തന്നെയുള്ള വിശ്വസ്തത, മറ്റുള്ളവരോടുള്ള വിശ്വസ്തത, എൻ്റെ ജീവിതാന്തസ്സിനോടുള്ള വിശ്വസ്തത, എൻ്റെ ദൗത്യങ്ങളോട്, കടമകളോട്, ജോലികളോടുള്ള വിശ്വസ്തത. ഇത്രയും മേഖലകളുണ്ട് അതിൻ്റെ അകത്ത്. നമ്മൾ ഈ ലോകത്തിനോട് അനുരൂപപ്പെടാതെ ദൈവരാജ്യത്തിൻ്റെ ദാസരായി മാറുമ്പോൾ, ദൈവത്തോട് ഐക്യപ്പെടുമ്പോൾ, അനുരൂപപ്പെടുമ്പോൾ, ഈ പരിശുദ്ധ ത്രിത്വവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, അത് നമുക്ക് തരുന്ന ഒരു തൃത്വ സാന്നിധ്യമുണ്ട് നമ്മുടെ ഉള്ളിൽ. തൃത്വ സാന്നിധ്യം, അതാണ് നമ്മുടെ അഭിഷേകത്തിൻ്റെ കാരണം. ഈ തൃത്വ സാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിൻ്റെ ഫലമായി നമ്മുടെ ഉള്ളിൽ നിറയുന്ന ദൈവകൃപ, അതിൻ്റെ ഫലമായി നമ്മുടെ ചുറ്റും നമ്മെ പൊതിഞ്ഞു നിൽക്കുന്ന ദൈവകൃപ, അതാണ് ഈ അഭിഷേകം ചെയ്യപ്പെട്ട അവസ്ഥ. അതിൻ്റെ ഫലമായി ഈ ലോകത്തിൻ്റെ അധിപനായ സാത്താൻ പ്രലോഭനങ്ങളോ പീഡകളോ ഉപദ്രവങ്ങളോ ഒക്കെ ആയിട്ട് കടന്നു വരുമ്പോൾ അധികം മസിൽ പിടിക്കേണ്ട, അധികം ബലം പ്രയോഗിക്കേണ്ട. നമ്മൾ വെറുതെ യേശുവിനെ മുറുകെ പിടിച്ചാൽ മതി. നിങ്ങൾ അവിടുത്തോട് വിശ്വസ്ത പുലർത്തി അവിടെ നിന്ന് നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. ഇത് വചനമാണ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഈശോ, നമ്മുടെ ഉള്ളിലുള്ള ഈശോ നമുക്ക് ബലം പകരും. ദൈവത്തോട് ചേർന്നിരുന്നാൽ മതി. അപ്പോൾ കർത്താവ് ആ അനുഗ്രഹം തരും. അപ്പോൾ ഈ ലോകത്തിൻ്റെ അധിപനായ സാത്താൻ അവൻ്റെ എല്ലാ തന്ത്രങ്ങളും ഉപയോഗിച്ച് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ദൈവത്തോട് ഐക്യപ്പെട്ടിരിക്കുക, വിശ്വസ്തത പുലർത്തുക. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഞാൻ നിങ്ങളോട് പറയട്ടെ. വിശ്വാസം എന്ന ദൈവിക സുഹൃതം കൊണ്ട് നിറഞ്ഞവർ അതിലൂടെ വിശ്വസ്തത എന്ന് പറയുന്ന ഒരു സ്വഭാവത്തിലേക്ക് കൊണ്ട് വളരണം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, വിശ്വാസത്തിൻ്റെ കൃപയിൽ നിലനിന്നുകൊണ്ട് വിശ്വസ്തതയുള്ളവരായി
അങ്ങനെ വിശുദ്ധിയുള്ളവരായി അങ്ങയോട് ഐക്യപ്പെട്ട് ഈ ലോകത്തോട് നോ പറഞ്ഞുകൊണ്ട് സ്വർഗരാജ്യത്തോട് ദൈവരാജ്യത്തോട് യെസ് പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.